നമ്മുടെ ക്ലാസ് സൊല്യൂഷന്റെ ക്ലാസ് മൂന്നാമത്തെ ക്ലാസ് ആയിരുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മള് എലിവേഷൻ, അതായത് ലോവറിംഗ് വേപ്പർ പ്രഷർ, അതായത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസില് ലോവറിംഗ് വേപ്പർ പ്രഷർ തീർത്തെന്നാണ് തോന്നുന്നത്. ദാറ്റ് ഈസ് ഡെൽറ്റ പി ഈക്വൽ ടു P0A into W2 by W1 into M1 by M2. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തീർത്തത്. അതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രോബ്ലം ഒന്നും ചെയ്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം ഒന്ന് എഴുതിയേക്കാമോ? എഴുതിയാൽ നമുക്ക് ആ പ്രോബ്ലം മുമ്പോട്ട് പോയിട്ട് നമുക്ക് ചെയ്യാം. ഒന്ന് എഴുതിക്കുക, ഒരു പ്രോബ്ലം എഴുതിക്കുക, എല്ലാവരും എഴുതുക, ആത്മാർത്ഥതയോടുകൂടി ഒന്ന് എഴുതുക. ഈ ഫോർമുല ഡെൽറ്റ പി ഈക്വൽ ടു P0A, lowering a vapor pressure is equal to vapor pressure of the pure solvent, weight of solute, weight of solvent, molecular weight of solvent, molecular weight of solute. Okay, ഒരു ക്വസ്റ്റ്യൻ എഴുതി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Ready? Calculate the vapor pressure of a solution. Calculate the vapor pressure of a solution vapor pressure of a solution at 1100 degrees centigrade, 1100 degrees centigrade, containing 3 gram of cane sugar, 3 gram cane sugar in 70 gram water. In 70 gram water. Full stop. Vapor pressure of pure water. Vapor pressure of pure water at 100 degrees centigrade is 760 millimeter. 760 mm. Question once again. Calculate the vapor pressure solution at 100 degrees centigrade containing 3 gram of cane sugar in 70 gram of water. Vapor pressure of pure water at 100 degrees centigrade is 760 mm. എല്ലാവരും ഇപ്പൊ എഴുതണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന ഡേറ്റാസ് വേപ്പർ പ്രഷർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നമുക്ക് ഉപയോഗിക്കുന്നത് PS ക്വസ്റ്റ്യൻ മാർക്ക്. ആദ്യം ഇങ്ങനെ എഴുതാൻ ശീലിക്കണം, അതാണ് അത്യാവശ്യം വേണ്ടത്. ടെമ്പറേച്ചർ നമ്മൾ ടെമ്പറേച്ചറിന്റെ ആവശ്യമേ ഇല്ല, എങ്കിലും ടെമ്പറേച്ചർ കൊടുത്തേ ഉള്ളൂ. ഇനി 3 gram കെയിൻ ഷുഗർ എന്ന് പറയുന്ന സൊല്യൂട്ടിന്റെ വെയിറ്റ് ആണ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് W2 എന്നാണ്. W2 3 gram. W2 3 gram. 70 gram വാട്ടർ വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ്. അപ്പൊ W1 70 gram. ഇനി വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റ് 760 തന്നിട്ടുണ്ട്. ബാക്കി ഇത്രയും തുടക്കിയാണ്. നമുക്ക് തന്നിരിക്കുന്ന ഇത്രയും സാധനങ്ങളാണ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് PS കണ്ടുപിടിക്കണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും ഡേറ്റ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആദ്യം ഈ ഫോർമുല എഴുതണം. ഫോർമുല ബൈഹാർട്ടാക്കിയോ? ബൈഹാർട്ടാക്കാനൊന്നുമില്ല. ഡെൽറ്റ P ഈക്വൽ ടു P0A into W2 by W1 into M1 by M2.
ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ പി എസ് മൈനസ് പി എസ് അല്ലല്ലോ, P0 A മൈനസ് പി എസ്, ഇതല്ലേ വലുത്, പ്യൂർ സോളിന്റെ പ്രൊഫഷനിലെ കൂടുതൽ. ദാറ്റ്സ് ഈക്വൽ ടു, വീണ്ടും ഫോർമുലയിലേക്ക് വരിക, P0 A ഇൻറ്റു W2 ബൈ W1 ഇൻറ്റു M1 ബൈ M2. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബാക്കി എല്ലാം ഉണ്ടോ നോക്കണം. P0 A ഉണ്ട്, P0 A ഉണ്ട്, W2 ഉണ്ട്, W1 ഉണ്ട്, ഇനി M1 മോളിക്കുലാർ റേറ്റ് ഓഫ് സോൾവന്റ്. മോളിക്കുലാർ റേറ്റ് ഓഫ് സോൾവന്റ് എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. വാട്ടറിന്റെ മോളിക്കുലാർ റേറ്റ് അറിയാം, എത്ര? 18 അല്ലേ? മോളിക്കുലാർ റേറ്റ് ഓഫ് വാട്ടർ ഈസ് 18. സൊല്യൂട്ട് കെയിൻ ഷുഗറിലെ കൊടുത്തിരിക്കുന്നത്, അതെ, കെയിൻ ഷുഗർ, വേപ്പർ സൊല്യൂഷൻ കണ്ടെയ്നിങ് കെയിൻ ഷുഗർ. കെയിൻ ഷുഗറിന്റെ മോളിക്കുലാർ ഫോർമുല C12H22O11. അവ M2 കണ്ടുപിടിക്കാനായിട്ട് 12 144, ഒരു കാറിന് 12, 12 കാറിന് 114, ഒരു ഹൈഡ്രജന് 1, 22 ഹൈഡ്രജൻ 22, 16 ഗുണം ഒരു ഓക്സിജന് 16, 11, 16 ഗുണം 11, 16, 66, 11, 17, 176. കൂട്ടെ എത്ര? 12, 8, 9, 10, 8, 9, 10, 7, 9, 10, 11, 144, 144, 12, 144 കൂട്ടുന്നു. 6, 12, 12, 7, 9, 4, 342. 342 എല്ലാ വാല്യൂസും ഉണ്ട്. P0 ഉണ്ട്, W2 ഉണ്ട്, W1 ഉണ്ട്, M1 ഉണ്ട്, M2 ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആദ്യം മാത്രം കുറെ PS ഇപ്പുറത്തുണ്ടായാലും മതി. അല്ലെങ്കിൽ P0 വാല്യൂ ഇടും. ആദ്യം ഇത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അടിച്ചിട്ട് P0 കുറച്ചാൽ മതിയല്ലോ. P0 വാല്യൂ എത്ര? 760 ഇൻറ്റു W2 വാല്യൂ 3 ബൈ W1 70 ഇൻറ്റു M1 18 ഡിവൈഡഡ് ബൈ M2 342. ദാറ്റ്സ് ഈക്വൽ ടു P0 A മൈനസ്, ഇത് വേണമെങ്കിൽ നമുക്ക് അവസാനം ഇടാം. ദാറ്റ്സ് ഈക്വൽ ടു, ആദ്യം ഡെൽറ്റ പി കണ്ടുപിടിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. ഡെൽറ്റ പി കണ്ടുപിടിക്കുക, എങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല, കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3, 4, 9. ഇതുകൂടെ കട്ട് ചെയ്യാം. 1, 1, 4 വരത്തില്ലേ? ഇതോടെ കട്ട് ചെയ്ത് 9, I2 10, 7, 14. ഈ സീറോയും ഈ സീറോ കട്ട് ചെയ്യാം. ഇത് 3, 3, 3, 9, 27, 3, 9. ബാക്കി എത്രയൊക്കെ ഉണ്ട്? 76 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 19. 19, 4, 4, 36, 4, 4 ഇതുകൊണ്ട് കിട്ടിയ കേട്ടാ 4 അല്ലേ? Therefore 12 വരത്തില്ലേ? Therefore delta P is equal to 12. Delta P ക്ക് വരെ എങ്ങനെ എഴുതാം? P0 A minus PS is equal to delta P അല്ലേ? That's equal to 12. Therefore PS അപ്പുറത്തുണ്ട്. Therefore P0 A minus 12 is equal to what? PS. That's P0 A എത്ര? 760. അതുകൊണ്ട് ക്വസ്റ്റ്യൻ minus 12. That's equal to what? 7 and then 50, 48 or 48. ഇത്രയാണ്. പ്രോബ്ലം റെഡിയായി. ഇനി ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ വാല്യൂ ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം ഫോമുല ബൈഹാർട്ടാക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഇല്ല, ഇത് എഴുതിയെടുക്കുക, പെട്ടെന്ന് എഴുതിയെടുക്കുക.
തീർന്ന് കാണുമെങ്കിൽ അറിയിക്കുക. തീർന്നെന്ന്. ഇത് കഴിഞ്ഞോ? യെസ്, ഓക്കെ. അടുത്തൊക്കെ തരട്ടെ? പറഞ്ഞ തന്ന് ഞാൻ 2 മിനിറ്റ് സമയം തരും. 2-3 മിനിറ്റ് സമയം തരും. തന്നു കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം ഇത് വെരിഫൈ ചെയ്യാനായിട്ട് ഞാൻ ചെയ്തതാണ്. ഓക്കെ, ശരി. എഴുതിക്കുക, ക്വസ്റ്റ്യൻ എഴുതിക്കുക. The vapor pressure of pure benzene, the vapor pressure of pure benzene, vapor pressure of pure benzene at 298 Kelvin, at 298 Kelvin, at 298 Kelvin is 640 mm of mercury. mm of mercury. Full stop. When 2.175 gram of a non-volatile solute was added to 39 gram of benzene. 39 gram of benzene. 39 gram of benzene, comma, the vapor pressure of the solution becomes 600 mm of mercury. 600 mm of mercury. Calculate the molar mass of the solute. Calculate the molar mass of the solute. എല്ലാ ഡേറ്റാസ് എല്ലാം ആദ്യം എഴുതി കഴിഞ്ഞിട്ട് എസ് എഴുതി കഴിയുമ്പോൾ എസ് എന്ന് എഴുതി തന്നെ നോക്കട്ടെ. ഡാറ്റസ് എല്ലാം എഴുതിയോ? യെസ്, ഓക്കെ. എല്ലാവരും എഴുതി. നോക്കാം, നമുക്ക് വെരിഫൈ ചെയ്യാം. എഴുതി കഴിഞ്ഞാൽ ഒന്ന് വെരിഫൈ ചെയ്യാം. നോക്കാം. ക്വസ്റ്റ്യൻ ദ വേപ്പർ പ്രഷർ ഓഫ് പ്യൂർ ബെൻസീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആൾറെഡി എഴുതാം P0 is equal to 640 mm. യൂണിറ്റ് സഹിതം എഴുതിയിട്ടുണ്ട്. At 298 Kelvin, 640 mm mercury. When 2.175 gram non-volatile solute. 2.175 non-volatile solute ആണ്. അപ്പൊ വെയിറ്റ് ആണ് W2 solute. എത്ര? 2.175 gram. അന്ന് തരുന്നുണ്ട്. Added to 39 gram of benzene. അപ്പൊ സോൾവെന്റ് ആണ് ബെൻസീൻ. W1 is equal to 39 gram. വേപ്പർ പ്രഷർ ബിക്കംസ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്തായിട്ട് മാറുന്നു?
എത്ര ആയിട്ട് മാറുന്നു? 600 mm ആയിട്ട് മാറുന്നു. ഇതിൽ നിന്ന് ഇതായിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മോളിക്കുലാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്? M2 എത്രയാണെന്ന ക്വസ്റ്റ്യൻ. എല്ലാവരും ഇങ്ങനെ എഴുതി കാണാം. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതെഴുതിക്കെ ഡെൽറ്റ പി ഈക്വൽ ടു P0E into W2 by W1 into M1 by M2. M2 ലെ കണ്ടുപിടിക്കേണ്ടത് M2 ഇങ്ങ് കൊണ്ടുവരിക. അപ്പോൾ ഡെൽറ്റ പി താഴെ എഴുതിയാൽ മതിയല്ലോ. P0E into W2 into M1 by W1 into ഡെൽറ്റ പി. തെറ്റുണ്ടോ? കറക്റ്റ്. M2 ഇങ്ങ് വന്നില്ലേ? എല്ലാ കാര്യം ഉണ്ടോ നോക്ക്. P0 ഉണ്ടോ? ഉണ്ട്. അവിടെ W2 ഉണ്ടല്ലോ? ഉണ്ട്. W1 ഉണ്ടല്ലോ? ഉണ്ട്. M1 വേണം. M1 ഇവിടെ മോളാർ സോൾവന്റ് ബെൻസീൻ അല്ലേ? ബെൻസീൻ. അപ്പൊ M1 ന്റെ വാല്യൂ എഴുതണം. സോൾവന്റ് ബെൻസീൻ ആണ്. ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6 ആണ് അല്ലേ? അപ്പൊ 12 22 പ്ലസ് 6 78. അപ്പൊ M1 ഉണ്ട്. ആണോ? വാല്യൂ M1 ഉണ്ട്. W1 ഉണ്ട്. M1. ഡെൽറ്റ പി ഇതൊന്നുണ്ടോ? ഇല്ല. പക്ഷെ ഡെൽറ്റ പിക്ക് വരാണ് P0 ആണ്. ഡെൽറ്റ പി സിക്കൽ അത് കണ്ടുപിടിക്കണം. P0A മൈനസ് PS. P0 എത്ര? 640. PS എത്ര? 600. ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? 40. എല്ലാ വാല്യൂ ഇല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ഇതാ 640 into W2 2.175 into M1 78 divided by W1 എത്ര? 39 into ഡെൽറ്റ പി എത്ര? 40. കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ആൻസർ പറ. ഡൗട്ട് ആർക്കെങ്കിലും? ഡൗട്ടിനെ പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഏതെങ്കിലും രീതിയിൽ ഡൗട്ടിനെ പറയണം. പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ പറയണം. ഏതെങ്കിലും ലെറ്റർ എന്തെങ്കിലും മനസ്സിലാവാതെ പറയണം. കണിക്ക് സംശയമൊന്നുമില്ല. സൂര്യ ഡൗട്ട്? ഇല്ല. അത് ചെയ്തോ? ആ കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് കിട്ടും ആൻസർ. ആൻസർ വന്നു. 69.6. 69.6 ആണ് ആൻസർ കിട്ടിയത്. വെരി ഗുഡ് ഹണി. ഗുഡ്. എല്ലാം കിട്ടി. സന്ധ്യ കിട്ടി. എല്ലാം ചെയ്ത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴിങ്ങനെയാണ് ഡേറ്റ എഴുതി വേണം ഫോമിലേക്ക് കൊണ്ടുവരേണ്ടത്. എന്നിട്ട് ആ ഫോമിലെ നോക്കണം എല്ലാ സാധനം മേളിലുണ്ടോ. ഇല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് മേളിൽ എഴുതാം. എഴുതി കഴിഞ്ഞിട്ടേ താഴോട്ട് കൊണ്ടുപോകാം. അല്ലാതെ ഒരിക്കലും ചെയ്യരുത്. ക്ലിയർ? ഓക്കെ, ക്ലിയർ. വെരി ഗുഡ്. 2 പ്രോബ്ലം ചെയ്ത് ദാറ്റ്സ് മോർ ദാൻ എനഫ്. ഇനി ഏത് വേണം കണ്ടുപിടിക്കാം. 2 കണ്ടുപിടിച്ച് ചെയ്തു. ആ ഫോമുല ഇതായി ബൈഹാർട്ടാക്കി. ഡെൽറ്റ V0 W2 by W1 M1 by തുടക്കട്ടോ. നെക്സ്റ്റ് അടുത്തത് നമുക്ക് രണ്ടാമത്താണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും. എന്താ? സെക്കൻഡ് വൺ ഈസ് കാൾഡ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് പറയാം. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്.
ഇത് പറയാൻ പോവാം. ഒരു ലിക്വിഡ് എടുക്കുന്നു, ലിക്വിഡ് പ്യുവർ സോൾവെന്റ് എടുക്കുന്നു. ആ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ നോട്ട് ചെയ്യാൻ പോവാണ്. ഞാനൊരു ഗ്രാഫോടെ വരച്ച് മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇവിടെ വേപ്പർ പ്രഷർ എഗൈൻസ്റ്റ് ടെമ്പറേച്ചർ ഗ്രാഫ് വരയ്ക്കുക. ഈ ടെമ്പറേച്ചറിൽ എപ്പോഴാണ് ലിക്വിഡ് ബോയിൽ ചെയ്യുന്നത്? ലിക്വിഡ് എപ്പോഴാണ്? കഴിഞ്ഞ നിങ്ങൾ പഠിച്ച ലിക്വിഡ് എപ്പോഴാണ് ബോയിൽ ചെയ്യുന്നത്? സ്റ്റേറ്റ്സ് പറഞ്ഞ് പഠിച്ച when did a liquid boil? Siddharth, when did a liquid boil? നന്ദന സിദ്ധാർത്ഥ് പറയുന്നില്ല. ഒരു ലിക്വിഡ് എപ്പോഴാണ് ബോയിൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ വെള്ളം ചായ ഉണ്ടാക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ പോകുന്നത് എപ്പോഴായി വെള്ളം തിളയ്ക്കുന്നത്? നന്ദിനിയും പറയുന്നില്ല. ആരോമൽ, സിദ്ധാർത്ഥ്, ആരും പറയുന്നില്ല. when did a liquid boil? എപ്പോഴാ പോയിരുന്നറിയാം? The vapor pressure of the liquid become equal to the atmospheric pressure. അതെ, എഴുതിയിട്ടുണ്ട്. വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ബിക്കം ഈക്വൽ ടു ദി അറ്റ്മോസ്ഫിയർ പ്രഷർ. വെരി ഗുഡ്. ഹണിയെ കറക്റ്റ് ആയിട്ട് എഴുതി തന്നു, പറഞ്ഞു തന്നു. വേപ്പർ പ്രഷർ ഓഫ് ദി ലിക്വിഡ് ബിക്കം ഈക്വൽ ടു വാട്ട്? അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇത് അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് കിട്ടിയത്. ഇത് അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അറ്റ്മോസ്ഫിയർ പ്രഷർ ഇവിടെയാണ്. വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ബിക്കം ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ. ഈ ഒരു ലിക്വിഡ് എടുക്കുകയാണ്, എടുത്ത് ആ ലിക്വിഡ് ടെമ്പറേച്ചർ നോക്കി ഇവിടെ ഇരിക്കുകയാണ്. അതിന്റെ വേപ്പർ നോട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇരിക്കുക. ഈ ടെമ്പറേച്ചറിൽ അതിന്റെ വേപ്പർ പ്രഷർ ഇവിടെ ഇരിക്കുക. ഇവിടെ നോട്ട് ചെയ്ത് അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? വേപ്പർ കൂടത്തില്ലേ? ടെമ്പറേച്ചർ കൂട്ടിയാൽ വേപ്പർ പ്രഷർ കൂടത്തില്ലേ? കൂടും. വേപ്പർ പ്രഷർ കൂടിക്കൊണ്ടേയിരിക്കും. വേപ്പർ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടെമ്പറേച്ചർ കൂട്ടുന്നു, ടെമ്പറേച്ചർ കൂടുന്നു, വേപ്പർ പ്രഷർ കൂടുന്നു. 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 ബോയിൽ ചെയ്തില്ല വരെ. ബോയിലിടെ ഇവിടെ എത്തണം. ടെമ്പറേച്ചർ കൂടുന്നു, വേപ്പർ പ്രഷർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുന്നു, വേപ്പർ പ്രഷർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുന്നു, വേപ്പർ പ്രഷർ കൂടുന്നു. ബോയിൽ ചെയ്തു. ആണോ? ആൻഡ് ദിസ് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ പ്യുവർ സോൾവെന്റ് T1. ഇതാണ് സോൾവെന്റ്. ഇവിടെ കിട്ടിയോ? അപ്പൊ ഞാൻ എഴുതാൻ പോവാ. ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ്, ലെറ്റ് ഇറ്റ് ബി T1. T1 എഴുതി. ഇനി ഞാൻ പതുക്കെ ആ സോൾവെന്റ് വെളി കുഞ്ഞു കൊണ്ടുവന്നു. പഴയതുപോലെ ലിക്വിഡാക്കി, പഴയതുപോലെ തണുപ്പിച്ചു, പഴയ ടെമ്പറേച്ചറിലാക്കി. എന്നിട്ട് അതിനകത്ത് സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. എങ്ങനെയുള്ള? നോൺ ഒളത്തേൽ നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് സൊല്യൂഷൻ ആക്കി മാറ്റി. അപ്പൊ അതിന്റെ വേപ്പർ പ്രഷർ ഇവിടെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറയുമെന്ന്. അപ്പൊ ഈ ടെമ്പറേച്ചറിൽ വേപ്പർ പ്രഷർ ഇവിടെ ആയി കുറഞ്ഞു. എസ്കേപ്പ് കുറയും. ഈ സൊല്യൂട്ട് വരുന്നുണ്ടേ ഈ സോൾവെന്റിന് എസ്കേപ്പ് ടെൻഡൻസി കുറയ്ക്കും. അതുകൊണ്ട് ഇവിടെ ആയി ഇവിടെ. എന്നിട്ട് ഇത് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വേപ്പർ പ്രഷർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പർ പ്രഷർ കൂടും. വേപ്പർ പ്രഷർ കൂടിയ ആ സൊല്യൂഷൻ വേപ്പർ പ്രഷർ കൂടിയ ബോയിൽ ചെയ്തില്ല. ബോയിലിട്ട് ഇവിടെ വേണം. ഇതാണ് നോക്കി. വേപ്പർ പ്രഷർ കൂടുക. വേപ്പർ പ്രഷർ കൂടിക്കൊണ്ടേയിരിക്കാണോ? കൂടി. ഇതാണ് സൊല്യൂഷൻ. സൊല്യൂഷന്റെ ഫ്രീ ബോയിലിംഗ് പോയിന്റ് ആണ്. ഇതാണ് ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ബോയിൽ ചെയ്യുന്ന ആ ടെമ്പറേച്ചറിൽ സൊല്യൂഷൻ ബോയിൽ ചെയ്യത്തില്ല. അതിന്റെ ടെമ്പറേച്ചർ T2 ഇരിക്കട്ടെ. കണ്ടോ? അപ്പൊ ഞാൻ എഴുതി ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ വിച്ച് ഈസ് ഈക്വൽ ടു T2. അപ്പൊ തീർച്ചയായും ഡിഫറൻസ് ഇല്ലേ? ഈ ഡിഫറൻസ് ആണ് നമ്മുടെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TB. ദാറ്റ് ഈസ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TB. That's equal to what? T2 minus T1. ഇത് കുറയ്ക്കുന്നതാണ്. What is the elevation boiling? It is the difference of boiling point of solution and solvent. Solution ആണ് കൂടുതൽ.
solution and solvent. Difference of boiling points of solution and solvent. We have solved. T2 minus T1. Got it? But delta TB is directly proportional to molality. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മൊളാലിറ്റിയെ പറ്റി പറഞ്ഞു, വളരെ കാര്യമായിട്ട് പറഞ്ഞു. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kilogram solvent. Delta TB is directly proportional to what? Molality. Or delta TB is equal to Kb into m, where Kb is called molal elevation constant. Kb is called what? Molal elevation. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണ്. മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയും. മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഈ വാല്യൂ ഇടാൻ പോവാണ് ഞാൻ. കെ ബി ഇൻറ്റു മൊളാലിറ്റിക്ക് വരും വാല്യൂ ഇടുക N/W ഇൻറ്റു 1000 ഡെൽറ്റ ടി ബി. ഇത് വെയിറ്റ് ഓഫ് സോൾവന്റ് ആണ് W1. N/W1 ഇൻറ്റു 1000. സപ്പോസ് ഈ വാല്യൂ 1000 ml ഇരിക്കട്ടെ, ഈ നമ്പർ ഓഫ് മോൾസ് കൊണ്ടെന്നിരിക്കട്ടെ. ഒരു മോള് 1000 ഗ്രാമിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ എൻതാൽപ്പിയാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട്? ചേഞ്ച് ഇൻ, അതായത് എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ആണ്. ദാറ്റ് ഈസ് കാൾഡ് വാട്ട്? Kb. നോക്കാം. Therefore delta TB is equal to what? Kb. Can you define Kb? Molar elevation constant may be defined as the elevation boiling point. Molar elevation boiling point is defined as the elevation boiling point. Molar elevation boiling point അല്ലെങ്കിൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് may be defined as the elevation boiling point. Like molar elevation constant may be defined as the elevation boiling point. When 1 mole of solute dissolved in 1000 gram solvent ഉണ്ടാവും. 1000 കട്ട് ചെയ്തു. 1 mole of solute dissolved in 1000 gram solvent. ഒരു മോള് സൊല്യൂട്ട് 1000 gram സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റാണ് വാട്ട് ഈസ് കാൾഡ് വാട്ട്? മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് 100 ഡിഗ്രി സെന്റിഗ്രേഡ് ഉള്ള വാട്ടർ, അതിനകത്തോട്ട് ഞാൻ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് 101.5 എന്നിരിക്കട്ടെ. ഒരു മോൾ ആഡ് ചെയ്തു, 1000 ml ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ അവരുടെ വ്യത്യാസം എത്ര? 101.5 മൈനസ് 100 1.5. അതാണ് വാട്ട് ഈസ് കാൾഡ് മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഡിഫൈൻ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് may be defined as Ebilioscopic constant may be defined as the elevation in boiling point. Elevation in boiling point. When 1 mole of solute dissolved in 1000. ഇത് നോക്കി പറഞ്ഞാൽ മതി. Molar elevation constant may be defined as the elevation in boiling point. When 1 mole of solute dissolved in 1000 gram solvent. ഈ ഇക്വേഷന്റെ ഒരു പ്രയാസമില്ല. എന്നിനെ W2/M2 എഴുതാമോ? വെയിറ്റ് ബൈ മോളിക്കുലർ മാസ് സൊല്യൂട്ട് അല്ലേ? 1000 ഡിവൈഡ് ബൈ W1. അതിനെ റീഅറേഞ്ച് ചെയ്യാൻ പോവുക. ഡെൽറ്റ TB is equal to 1000 ആദ്യം എഴുതുക. KB into W2/W1 into M1 by W2/W1. 1000 KB W2/W1 into M2. എഴുതാൻ പോവുക. ഡെൽറ്റ TB is equal to 1000 KB W2/W1 into M2 molar mass.
ചിലപ്പോൾ ചോദിക്കാം വാട്ട്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ ടി ബി കെ വി ആൻഡ് എം. ഡെൽറ്റ ടി ബി സിക്കൽ കെ വി ഇൻറ്റു എം. 1 molar solution, what is the elevation boiling kb ആയിരിക്കും. kb for water is ഒന്ന് ബൈഹാർട്ടാക്കി വെച്ചേക്കണം 0.51. kb for water 0.51 ആണ്ടതായി. ക്ലിയർ ആയോ നോക്ക്. When did a liquid boil? Vapor pressure of liquid become equal to the atmospheric pressure. Vapor pressure of the pure solvent T1. Vapor pressure solution T2. Difference elevation buoyant delta T B is equal to T2 minus T1. But delta T B is proportional to molality. Or delta T B is equal to Kb in m. ഇനി കെ ബി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡെൽറ്റ ടി ബി കെ ബി ഇൻറ്റു എൻ ബൈ W1 in 1000. Molar elevation constant may be defined as the elevation boiling point when 1 mole of solute dissolved in 1000 gram solvent. എന്നിട്ട് ഇത് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് വേറെ W2 M2 എഴുതുക. ബാക്കിയെല്ലാം അതുപോലെ. എന്നിട്ട് ഈ അറേഞ്ച് ചെയ്ത് ഈക്വേഷൻ ബൈ ഡെൽറ്റ ടി ബി ഈക്വൽ ടു 1000 kV W2 by M2 അല്ലെ W2 by W1 into M. നമുക്ക് താഴെയാണ്. മനസ്സിലാ ഉണ്ടോ? ഇതിന് ഇത് ഇത്രയും തന്നെ എഴുതാൻ പ്രോബ്ലം കണ്ടുപിടിക്കാം. കെ ബി ഫോർ വാട്ടർ 0.51 അല്ലെ 0.52. ശരി പറഞ്ഞാൽ 0.516 ആണ്. ആ 2 ഡെസിമൽ എടുത്താൽ മതി. 0.516 ആണ്. അല്ലെ തരും തരും പ്രോബ്ലത്തിൽ തരും. തരാതിരിക്കില്ല. ഡൗട്ട് എന്തെങ്കിലും ഡൗട്ടുണ്ടെ ചോദിക്കുക. എവിടെങ്കിലും കൂടുതൽ പറയണമെങ്കിൽ പറയാം. 2 മിനിറ്റ് സമയം തരാം. നിങ്ങളുടെ പറയാം. നജീമ ഇല്ല. ക്ലിയർ. സൂര്യക്ക് ക്ലിയർ ആയി. അന്നെനിക്ക് ഒരു ഡൗട്ടൊന്നുമില്ല. അമർജിത്ത് ആണോ? അമർജിത്ത് സംശയമൊന്നുമില്ല. സിദ്ധിക്ക് ക്ലിയർ ആയി. രാജശ്രീ സംശയമില്ല. ഓക്കെ ക്ലിയർ. സുരേഷ് വെരി ഗുഡ്. സ്നേഹ ഇർഫാന ക്ലിയർ. ഇർഫാന ക്ലിയർ ആയി. പ്രജിൻ വെരി ഗുഡ് ക്ലിയർ ആയി. മനസ്സിലായെന്ന് തോന്നുന്നു. സന്ധ്യക്ക് മനസ്സിലായി. റീഡ മനസ്സിലായി. റീഡ സെബാസ്റ്റ്യൻ ക്ലിയർ ആയി അല്ലേ? രാജശ്രീ ക്ലിയർ. എല്ലാം ക്ലിയർ ആയി. ഓക്കെ എല്ലാവരും ക്ലിയർ ആയെന്ന് പറയുന്നത്. വീണ്ടും കണ്ടിന്യൂ ചെയ്യാനാണ്. ഇതിനെ ബേസ് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് 1 gram of a തുടക്കട്ടെ ക്ലിയർ ആയി. 1 gram of a പ്രോബ്ലം എടുക്കുക. ഫസ്റ്റ് എഴുതുക. 1 gram of a non-volatile solute non-volatile solute dissolved in solute dissolved in 50 gram of benzene 50 gram of benzene
50 gram benzene. Increase the boiling point of benzene by 0.4 Kelvin. 0.4 Kelvin. The boiling point elevation boiling point like kb of benzene is the kb of benzene is 2.56. Find the molar mass of the solute. ചെയ്തോ ഞാൻ ഡാറ്റാസ് ഒക്കെ എഴുതാമോ? അതൊന്ന് ഞാൻ എഴുതരാം. 1 gram non tail. അപ്പൊ W2 എത്ര? 1 gram. Dissolved 50 gram benzene. അപ്പൊ W1 എത്ര? 50 gram. And the boiling point, the elevation boiling point, change in elevation, and delta TB is equal to what? 0.4. അല്ലെ എങ്ങനെയാണ് നിൽക്കുന്നത്? 0.4. KB എത്രയാണ് നിൽക്കുന്നത്? 2.52. Find the molar mass of solute. M2 is equal to what? ആദ്യം ഡേറ്റാസ് എല്ലാം ആയി, ഇക്വേഷൻ എഴുതാം. Delta TB is equal to 1000 kb W2 by W1 into M2. M2 എഴുതാം. M2 is equal to 1000 kb W2 by W1 into what? Delta TB. എല്ലാ വാല്യൂ ഉണ്ടോ നോക്കണം ആദ്യം. 1000 ഓക്കെ, kb ഉണ്ട്, W2 ഉണ്ട്, W1 ഉണ്ട്, ഡെൽറ്റ TB ഉണ്ട്. എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആണ്ട 1000 kb എത്ര? 2.52 W2 1 by W1 50 ഡെൽറ്റ TB 0.4. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ 128 അല്ലേ? 12.8. ഓക്കെ, ക്ലിയർ ആയി. One gram of a non-electrolyte solute dissolved in 50 gram of benzene. 50 gram of benzene increase the freezing point of benzene by increase the boiling point of benzene by 0.4 Kelvin. 0.4 Kelvin.
Kb for benzene is 2.56. Kb for benzene is 2.56. Find molar mass of the solute. Molar mass of the solute. Answer 128 അല്ലേ? 128 is the answer. Okay. എല്ലാം കിട്ടിയല്ലോ? ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം എല്ലാ ഡേറ്റാസ് എഴുതിയതിനു ശേഷം മാത്രം നമ്മൾ ഏത് ഫോർമുലയിലേക്ക് കൊണ്ടുവരണം, ആ ഫോർമുലയും എടുക്കണം. എടുത്തിട്ട് ആ ഫോർമുലയിൽ നോക്കണം എല്ലാ വാല്യൂസ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ആ വാല്യൂസിനെ കൊണ്ടുവരാൻ നമ്മൾ ക്വസ്റ്റ്യനിൽ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കണം. കേട്ടല്ലോ? അങ്ങനെയും ചെയ്യാം, അല്ലാതെ വെറുതെ എഴുതി വെച്ചുകളായിരുന്നു. ഡേറ്റാസ് മസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ, ശരി.